കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം നൽകിയിരിക്കുന്നു. 6 വിദ്യാർത്ഥികൾക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ പോകുന്നു. വിധിയിൽ നിരാശയുണ്ടെന്ന് മുഹമ്മദ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പ്രതികരിച്ചു. ഇക്ബാലിന്റെ പ്രതികരണം കണ്ട ശേഷം അതിന്റെ കോടതി ഇടപെടൽ എങ്ങനെയായിരുന്നു എന്നതിന്റെ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് തുടരും. ഈ വാർത്ത കേട്ടതോടുകൂടി ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ വിഷമത്തിലാണ്. അതായത് ഒരിക്കലും നീതിപീഠത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തായി കഴിഞ്ഞാൽ നിയമം നടപ്പാക്കുക എന്നുള്ളത്, പക്ഷേ ഈ നിയമം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു നീതിയാണ്. ഇത് ഇന്ന് നാളെ ഇവർ ഇതിലും വലിയ കൊലയാളികളാവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്ത ഒരു സപ്പോർട്ടായിട്ടാണ് ഞാനിത് കാണുന്നത്. അതായത് ഇനിയൊരു രക്ഷിതാവിനും ഒരു അച്ഛനമ്മമാർക്കും ഇത് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഗവൺമെൻറ് കൺതുറന്ന് ഇതിന് ശക്തമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിഷ്ണു, ഒരുപക്ഷെ പൊതുസമൂഹത്തിന്റെ വികാരം ഈ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചതിനെതിരായിരിക്കാം. പക്ഷേ ജാമ്യം എന്നത് വേറൊരു അർത്ഥത്തിൽ ഒരു സ്വാഭാവിക നീതിയാണല്ലോ. നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എന്താണ് കോടതി വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് പറഞ്ഞത്? വിഷ്ണു, എനിക്ക് ജാമ്യത്തിന്റെ ഉത്തരവ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ അതിൽ ചില വിമർശനങ്ങളൊക്കെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. 6 പേർക്കുമാണ്, 6 കുറ്റാരോപിത വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഇവർക്ക് അനുകൂലമായ നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഷഹബാസിന്റെ പിതാവ് അടക്കം ആ ഘട്ടത്തിലൊക്കെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും കോടതിയെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വരുന്ന തെളിവുകളും അതോടൊപ്പം പോലീസിന്റെ റിപ്പോർട്ടും ഒക്കെയാണ് പരിഗണിക്കപ്പെടുക. ആദ്യഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം സർക്കാർ തടഞ്ഞു വെച്ചിരുന്നു. അതിനെതിരെ കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. അത്തരത്തിൽ മൗലികാവകാശ ലംഘനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ല, ഫലം പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫലം പ്രസിദ്ധീകരിച്ചു. പിന്നാലെയാണ് ഇവർക്ക് തുടർ പഠനത്തിനുള്ള അവകാശത്തിന് വേണ്ടി കോടതി ഒരു അനുമതി നൽകിയത്. കഴിഞ്ഞ ദിവസം അവർ ഒരു ദിവസം പൂർണ്ണമായി അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ ജാമ്യ ഹർജിയിൽ വിധി പറയുന്ന ഘട്ടത്തിൽ കോടതി ഇവർക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. കർശനമായ ജാമ്യ വ്യവസ്ഥയോടുകൂടിയാണ് 6 പേർക്കും ജാമ്യം നൽകിയിരിക്കുന്നത്. 50,000 രൂപയുടെ ആൾജാമ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. ഒപ്പം ഈ രക്ഷിതാക്കൾ ഈ പ്രതികൾ ആരും ഇനി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ല എന്ന സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ കർശനമായ ജാമ്യ വ്യവസ്ഥകളോടുകൂടിയാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഒപ്പം കോടതി നിരീക്ഷിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ ഹോമിൽ നിർത്തുന്നത് അത് നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ ബാലനീതിക്ക് എതിരാണെന്ന കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട്. ഒപ്പം ഈ ബോൺ ക്രിമിനൽ എന്നൊരു പരാമർശം കൂടി ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനെയും കോടതി വിമർശിച്ചിട്ടുണ്ട്. ഇത് ഏത് സാഹചര്യത്തിൽ ഇത്തരത്തിൽ 6 പേർക്കും ജാമ്യം ലഭിച്ചു എന്ന ഒരു വിശാല ഒരു വ്യൂ പോയിന്റിലേക്കൊക്കെ പോകണമെങ്കിൽ ഉത്തരവ് ലഭ്യമാകണം. ഉത്തരവ് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ കോടതിയിൽ അപ്ലോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വലിയ വിമർശനം പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻപിൽ വരുന്ന മെറിറ്റും കേസിന്റെ വിവരങ്ങളും തെളിവുകളും ഒക്കെയാണ് പ്രാധാന്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 6 പേർക്കും ജാമ്യം നിലവിൽ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇവരുടെ കുടുംബം ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ശരി, അത് വ്യക്തമാണ് വിഷ്ണു. ഷഹബാസിന്റെ പിതാവ് പറഞ്ഞത് തന്നെ ഇത് അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന ഒരു കോടതി ഇടപെടലായിപ്പോയി എന്നതാണ്. കോടതി ഏതായാലും ഷഹബാസ് വധക്കേസിൽ 6 കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്കും പ്രതികൾക്കും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 50,000 രൂപയുടെ ആൾജാമ്യവും അതോടൊപ്പം തന്നെ കേസിനുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന നിർദ്ദേശവും അതോടൊപ്പം സാക്ഷികളെ സ്വാധീനിക്കരുതെന്ന് തുടങ്ങി കർശനമായ വ്യവസ്ഥകളോട് കൂടിയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അവർക്ക് തുടർ പഠനത്തിന് കോടതി അനുമതി നൽകിയിരുന്നു. മാത്രമല്ല ഇവരെ ഒബ്സർവേഷൻ ഹോമിൽ നിർത്തിയത് ബാലനീതിയുടെ ലംഘനമാണ് എന്നുകൂടി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇവർക്ക് അനുവദിച്ച ജാമ്യത്തെ കാണാൻ. അതേസമയം തന്നെ ജാമ്യം അനുവദിച്ച നടപടി അങ്ങേറ്റം നിരാശപ്പെടുത്തുന്നതാണ് എന്ന പ്രതികരണം ഷഹബാസിന്റെ പിതാവിൻ്റെതായി പുറത്തു വന്നിട്ടുമുണ്ട്. അവർ ഈ ജാമ്യത്തിനെതിരെ അവർ മേൽക്കോടതിയെ സമീപിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വരുന്ന വാർത്ത, ആലപ്പുഴയിൽ നവോദയ വിദ്യാലയത്തിൽ റാഗിംഗ് ഉണ്ട് എന്ന പരാതിയാണ്. 8ാം ക്ലാസ് വിദ്യാർത്ഥി +1 വിദ്യാർത്ഥികളായ 6 പേർ ക്രൂരമായി മർദ്ദിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രതിനിധി പൂർണ്ണമായ റിപ്പോർട്ടുകളുമായി നമുക്കൊപ്പം ചേരും.